നമുക്ക് നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് ഷെഫീർ അമ്പാട്. ഞാൻ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാണ്. ചിലപ്പോൾ ഇതിന് മുന്നേ ഇലാൻ ലേണിംഗ് ലാബ്സിന്റെ വെബിനാർസിൽ പങ്കെടുത്തവരുണ്ടാകും, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാകും. എനിവേ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് ഇലാൻ ലേണിംഗ് ലാബ്സ്, അതേപോലെ എന്താണ് ഈ ഒരു കമ്പനി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ ഇലാൻ ലേണിംഗ് ലാബ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ മോർ ദാൻ 2 years ആയി. എഡ്യൂക്കേഷൻ ഫീൽഡിൽ എസ്പെഷ്യലി 1st to 10th സ്റ്റാൻഡേർഡ് ആ ഒരു സ്പേസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ആക്ടിവിറ്റീസുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലാൻ ലേണിംഗ് ലാബ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സ്റ്റെം എന്നുള്ള വേർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നമുക്കറിയാം, നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടായിരുന്നു, മാത്സ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്തിനാണ് ഈ പഠിക്കുന്നത് എന്നുള്ളതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതിന്റെ എല്ലാം ടെക്നിക്കലി എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനത്തെ സൈഡൊന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് ഇപ്പം ഞാനടക്കമുള്ള നമ്മുടെ എല്ലാ ജനറേഷൻ നമ്മുടെ കറണ്ട് സ്കൂൾ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കുട്ടികൾക്ക് ഈ പഠിക്കുന്ന കാര്യത്തിന്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ എൻജോയബിൾ ആൻഡ് ഫൺ ആക്കിക്കൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇനി 1 മുതൽ 10th വരെയുള്ള ക്ലാസ്സുകളിൽ, ഹൈസ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓറിയന്റഡ് ആയിക്കൊണ്ട് 10th കഴിഞ്ഞിട്ട് അവർ ചെയ്യാം. നിങ്ങൾ അതായത് 7, 8, 9, 10th സ്റ്റുഡൻസ്, നിങ്ങൾ ഈ ഒരു സമയത്ത് അപ്പിയർ ചെയ്യാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ്, അതേപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാവരും +1 +2 സയൻസ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ ഏത് കോളേജിൽ പഠിക്കും, ഏത് സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് പോകണം, നിങ്ങളുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് കോളേജുകളുണ്ട്. അപ്പൊ അതിൽ ഏതിലേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സിറ്റുവേഷൻ നമുക്കറിയാം, ഒരുപാട് സ്റ്റുഡൻസ് എല്ലാ വർഷവും ഇതിന് അപ്പിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം വേണ്ട അത്രയും തന്നെ സീറ്റുകൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഉള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ഏർലി ഫോർ JEE എന്നുള്ള വെബിനാറിനാണ്. ഓക്കെ, സ്റ്റാർട്ട് ഏർലി ഫോർ JEE എന്നുള്ള വെബിനാറിനാണ് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട്, +1 കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന, +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സാം ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JEE. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സാധാരണ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് +1 കഴിഞ്ഞിട്ട് +1 +2 കൂടെ ട്രൈ ചെയ്യും, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്നാൽ ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നേ ഇന്ത്യയിലെ കോമ്പറ്റീഷൻ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാമാണ്, 12 ലക്ഷത്തോളം കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാമാണ്. അതിന് വേണ്ടിയിട്ട് ഈ +1 +2 സമയത്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പ് പിറകിൽ ഹൈസ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന, നന്നായി പെർഫോം ചെയ്യാമെന്ന്, സക്സീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. ഓക്കെ, അപ്പോൾ JEE എക്സാം എന്താണ്, അതേപോലെ JEE എക്സാം എന്തിനു വേണ്ടിയാണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഏതെല്ലാം കോളേജുകൾ, ഏതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഈ JEE എക്സാമിന്റെ പിന്നാലെ ഒരുപാട് വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൽ സക്സീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മുടെ വെബിനാറിന്റെ അജണ്ട ആരൊക്കെയാണ് ഇതിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെയിൻ സബ്ജക്ട് വൈ സ്റ്റാർട്ട് ഏർലി ഫോർ JEE എന്നുള്ള, അതേപോലെ തന്നെ JEE എക്സാമും അതിന്റെ ബെനിഫിറ്റ്സും, എന്താണ് JEEയിൽ ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടിയെ കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഇക്ബാൽ, നമ്മുടെ ഇലാൻ ലേണിംഗ് ലാബ്സ് കമ്പനിയുടെ അക്കാഡമിക് ഡയറക്ടറാണ്. അതേപോലെ 8 വർഷമായിട്ട് JEE കോച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റിയാണ്. ഓക്കെ, പ്രൊഫഷണൽ മാത്ത് കോച്ചാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കുട്ടികളെ IIT-കളിൽ എത്തിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്, ഒരു ഫാക്കൽറ്റിയാണ് മുഹമ്മദ് ഇക്ബാൽ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു IIT എഞ്ചിനീയർ ആണ്. ഞാൻ IIT-ന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം
മദ്രാസിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ ജോലി രാജിവെച്ച് ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കോച്ചിങ്ങും കൊടുക്കുകയാണ്. കഴിഞ്ഞ 8-9 വർഷങ്ങളായിട്ട് ഞാനതാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ റീസെന്റ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ക്രാക്കിംഗ് ദ ജെഇ കോഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ജെഇനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെയും പാരന്റ്സിനെയും ഹൈസ്കൂൾ ഓൺവേർഡ്സ് ഉള്ള കുട്ടികളെയും പാരന്റ്സിനെ കുറിച്ചും വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചും നമ്മൾ മുൻകൂട്ടി അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് വളരെ ലേറ്റ് ആയിട്ടാണ് അറിയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ സ്റ്റെം എന്നുള്ളത്? നമ്മൾ നേരത്തെ കേട്ട വാക്കാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് സ്റ്റെം. ഈ സ്റ്റെം എന്ന് പറയുന്നതിന് എന്താണ് ഇത്ര പ്രത്യേകത? വൈ ആം ഐ സോ മച്ച് എക്സൈറ്റഡ് അബൌട്ട് സ്റ്റെം? അതിന് പറഞ്ഞ കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ ചുറ്റും ഒന്ന് നോക്കി നോക്കാം. നമ്മുടെ ചുറ്റുമുള്ള എന്ത് കാര്യം നിങ്ങൾ എടുത്തു നോക്കുക, ഇതെല്ലാം സത്യം പറഞ്ഞ സ്റ്റെമ്മിന്റെ കോൺട്രിബ്യൂഷനാണ്. അതൊക്കെ നമ്മളിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണുകൾ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ബിൽഡിങ്, അങ്ങനത്തെ നമ്മൾ എന്ത് നോക്കിയാലും അതൊക്കെ എന്താണ്? ഒരു സയൻസോ ടെക്നോളജിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ്. അപ്പൊ നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്ന, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡേ ടു ഡേ ലൈഫ് എളുപ്പമാക്കുന്ന കാര്യങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്റ്റെം ആണ്. അതുകൊണ്ട് അത് വളരെ എന്താണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റെം. So STEM is everywhere and STEM makes this world a beautiful place to live. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്റ്റെമ്മിന്റെ കണക്ക് പരിശോധിച്ചാൽ സ്റ്റെമ്മിലുള്ള കരിയേഴ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തിരിക്കുന്നത്. അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് 10 ജോബ്സ് എടുത്തു നോക്കി അതൊക്കെ സ്റ്റെം ഏരിയയിൽ പെട്ടതായിരിക്കും. അത് മാത്രമല്ല സ്റ്റെം ഏരിയയിലുള്ള ജോബുകളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മറ്റ് ജോബുകളുടെ ഒക്കെ ഡബിൾ റേറ്റിലൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്, നമ്മളൊക്കെ എന്താ പഠിച്ച് സ്കൂളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, അവസാനം കോളേജൊക്കെ കഴിഞ്ഞ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കരിയർ ആണല്ലോ. നമ്മൾ സ്കൂളിന്റെ ഒക്കെ അവസാനത്തെ വൺ ഓഫ് ദ എയിംസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കലാണല്ലോ. അപ്പൊ ഏറ്റവും നല്ല സാധ്യതകൾ ഓഫർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഈ സ്റ്റെം മേഖല. അപ്പൊ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇവിടെയുള്ള പാരന്റ്സിന്റെ അടുത്ത് പറയണം, നമ്മുടെ കുട്ടികൾക്ക് സ്റ്റെം എന്താണെന്നും സ്റ്റെം മേഖലയിലുള്ള സാധ്യതകളെ കുറിച്ചും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം തുടക്കത്തില് നമ്മൾ കൊടുക്കേണ്ടത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പർട്ടിക്കുലർലി സംസാരിക്കുന്നത് ഈ സ്റ്റെം മേഖലകളിൽ പഠിക്കാനുള്ള സ്റ്റെം എന്താ സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറയണം? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ യെസ്. അപ്പൊ സ്റ്റെം അതിലേക്കൊക്കെ വരാം. പ്രോബ്ലം ഇസ് ദാറ്റ് യു ഹാവ് ടു ബി എക്സ്ട്രാ ബ്രില്യന്റ് എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ വരാം. ഐ വിൽ കം ടു ദാറ്റ്, ഡോണ്ട് വറി. ഐ വിൽ ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ ഇന്ന് കൃത്യമായിട്ട് ആൻസർ പറയും കേട്ടോ. നമുക്ക് നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളെല്ലാം ആൻസർ പറയും. അതിനു മുമ്പ് നിങ്ങൾ എത്ര പേര് 7ാം ക്ലാസ്സിലുള്ളവരുണ്ട്? 7ാം ക്ലാസ്സിലുള്ളവർ 7 എന്നൊന്ന് അടിച്ചേ. 8ാം ക്ലാസ്സിലുള്ളവർ 8 എന്നൊന്ന് അടിച്ചേ. 9ാം ക്ലാസ്സിലുള്ളവർ 9 എന്നും 10ാം ക്ലാസ്സിലുള്ളവർ 10 എന്നും. നിങ്ങളുടെ ക്ലാസ്, കറന്റ് ക്ലാസ് ഏതാണുള്ളത് ഒന്നൊന്ന് ടൈപ്പ് ചെയ്ത് വേഗം ഒന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. കൂൾ. യെസ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചാണ്. ഓക്കെ, ചിലരൊക്കെ ചില പേരുകൾ കേട്ടിട്ടുണ്ടാവും, ചിലര് ചിലപ്പോൾ ആദ്യമായിട്ടൊന്നും കേൾക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗും ടെക്നോളജിയും ഒക്കെ പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിളിക്കുന്ന പേരാണ് IIT-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജീസ്. കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ചിലരൊക്കെ. IIT-കളുടെ തൊട്ട് താഴെയുള്ള അതേപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ വിളിക്കുന്ന പേരാണ് NIT-കൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ അതേ ലൈനിലുള്ള വേറെയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ IIT-കളും NIT-കളാണ് എന്ത്? എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുമ്പോൾ
നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതുപോലെ സയൻസ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാല് അത് IISc ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. IISc പോലെ തന്നെ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ IIT എന്ന് പറഞ്ഞ സാധനം കേരളത്തിലുണ്ടോ? കേരളത്തിൽ IIT ഉണ്ടോ? കേരളത്തിൽ IIT ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ടൈപ്പ് ചെയ്യ്. എവിടെയെന്ന് ടൈപ്പ് ചെയ്യ്. എവിടെയെന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, യെസ്, വെരി ഗുഡ്. യെസ്, ചിലവര് നോന്നാ പറയണത്, ചിലവര് പറയുന്നുണ്ട് പാലക്കാട് IIT ഉണ്ടെന്ന്. യെസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇന്ത്യയിലുള്ള 23 IIT-കളിൽ ഒരെണ്ണം നമ്മുടെ നാട്ടില് പാലക്കാട് ഉണ്ട്. ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഈ അടുത്താണ് അത് വന്നത്, പാലക്കാട് IIT വന്നത്. ഓക്കെ, ആദ്യം സ്ഥാപിച്ച IIT-കൾ എന്ന് പറഞ്ഞാല് മദ്രാസ്, ബോംബെ, ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, ഈ 5 സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ റൂക്കിയിലും ഗുവാഹട്ടിയിലും വന്നു. പിന്നെ 7 IIT-കളാണ് കുറെ കാലം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം 2008 ഓൺവേർഡ്സ് ഗവൺമെന്റ് കുറെ IIT-കൾ പുതുതായി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊട്ടിയാണ് ഈ IIT-യുടെ പ്രത്യേകത എന്നുള്ളതൊക്കെ നമ്മൾ കാണൂട്ടോ, അതിലേക്ക് നമ്മൾ വരും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, NIT എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇവിടെ മറ്റേ കേരളത്തിലുണ്ടോ? എവിടെയാണെന്നൊന്ന് പറയോ? ഉണ്ടെങ്കിൽ തന്നെ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേ. ഉണ്ട്, യെസ്, കാലിക്കറ്റ് NIT ഉണ്ട്. യെസ്, വെരി ഗുഡ്. ഈ IISc എന്ന് പറയുന്നത് ബാംഗ്ലൂരുള്ള ഒരൊറ്റ ക്യാമ്പസ് ആണ്. ഐസർ എന്ന് പറഞ്ഞത് ഇതുപോലെ IIT-കൾ NIT-കളെ പോലെ മൾട്ടിപ്പിൾ ക്യാമ്പസുകളാണ്. ഓക്കെ, ഐസർ കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഒന്ന് പറയാവോ? യെസ്, വെരി ഗുഡ്. ട്രിവാൻഡ്രത്ത് അല്ലെ, തിരുവനന്തപുരത്താണ് ഐസർ ഉള്ളത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ആരെങ്കിലും ഇവിടെ മാത്സ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളുകള് മാത്സ് പഠിക്കണം, മാത്തമാറ്റീഷ്യൻ ആവണം, മാത്സ് പഠിച്ചിട്ട് ഉണ്ടോ? ആഗ്രഹമുള്ളവരുണ്ടോ? മാത്സിന് ഇഷ്ടമുള്ളവര്, മാത്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവര്, എന്ത് ജോലി ചെയ്യണം എന്ന് ചോദിച്ചാല് ഒരു റൂമിന്റെ മൂലയിൽ ഇരുന്ന് കണക്ക് ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, യെസ്, വെരി ഗുഡ്. കുറെ ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ മാത്സ് പഠിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ സയൻസ് പഠിക്കുമ്പോഴും എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും ടെക്നോളജി പഠിക്കുമ്പോഴും ഒക്കെ അതിൽ മാത്സ് ഉണ്ട്. പക്ഷെ മാത്ത് ആസ് സച്ച് പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ISI എവിടെയുള്ളതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ISI എവിടെയുള്ളതെന്ന്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഓ യെസ്, വെരി ഗുഡ്. ചില ആളുകൾ ആൻസർ പറയുന്നുണ്ട്. കൊൽക്കത്തയില് ബാംഗ്ലൂരുമുള്ള 2 ക്യാമ്പസുകളിലാണ് അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് +2 കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നത് കൊൽക്കത്തയിലും ബാംഗ്ലൂരുമാണ്. അതിന് പുറമെ ഡൽഹിയിലും ചെന്നൈയിലും പല സ്ഥലത്തും അവർക്ക് ക്യാമ്പസുകളുണ്ട്. +2 കഴിഞ്ഞിട്ടുള്ള ബാച്ചിലേഴ്സ് ഓഫ് മാത്തമാറ്റിക്സ്, ബാച്ചിലേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം, BMath, BStat പ്രോഗ്രാമുകൾ നടക്കുന്നത് ബാംഗ്ലൂരും കൊൽക്കത്തയിലുമാണ്. യെസ്, വെരി ഗുഡ്. ഇനി മെഡിസിൻ പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് ആണ്. എയിംസ് കുറച്ചു കാലം മുന്നേ വരെ ഡൽഹിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ക്യാമ്പസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഹൈസ്കൂളിലുള്ള ഏതൊരു കുട്ടിയും പാരന്റും അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇതെല്ലാമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഇവിടേക്ക് പോണേ? എന്റെ വീടിന്റെ അടുത്തുള്ള കോളേജിൽ പഠിച്ചാൽ പോരെ? വൈ ജോയിൻ IITs ഓർ സിമിലർ പ്ലേസസ്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ തീം. ഓക്കെ, അപ്പൊ ഞാന് IIT-യിൽ പഠിച്ചതാണ്. IIT മദ്രാസിലാണ് പഠിച്ചത്. ഇവിടെ നമ്മുടെ കൂടെ ഉള്ള കുറെ ആളുകളൊക്കെ IIT-കാരാണ്, IIT-യിൽ തന്നെ പഠിച്ചതാണ്. അപ്പൊ ഞാൻ IIT-യുടെ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് പറയാൻ, അതായത് ഐസറുകളെ കുറിച്ചും ജിപ്മറുകളെ കുറിച്ചും ഒക്കെ പറയാൻ ഇനിയുള്ള നെക്സ്റ്റ് വെബിനാറുകളിൽ, ഇതിപ്പോ ഒരു ഈ സീരീസിൽ ആദ്യത്തെ വെബിനാറാണ്. നെക്സ്റ്റ് വെബിനാറുകളിൽ അവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ തന്നെ വരും. ഓക്കെ, ഞാൻ ആദ്യം ഒരു ജസ്റ്റ് ഓവറോൾ പിക്ചർ പറഞ്ഞെങ്കിലും നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓൾമോസ്റ്റ് മോർ ഓർ ലെസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും കോമൺ ആയിട്ട് ഫീച്ചറുകളാണെങ്കിലും ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താണ്, നമ്മുടെ IIT-ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്കൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അൾട്ടിമേറ്റ്ലി ഒരു ലക്ഷ്യം, അത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു ജോലി, നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കലാണ്. ശരിയല്ലേ? അപ്പോ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്താല് അവരാദ്യം തൊട്ട് ചോദിക്കാന്നറിയോ? ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരു കമ്പനിയിൽ പോയി എന്തുകൂടെ ആദ്യം ചോദിക്കുക? എന്താ ചോദിക്കുക?
എക്സ്പീരിയൻസ് ഉണ്ടോന്നാണ്. എക്സ്പീരിയൻസ് ഉണ്ടോന്നാണ് ചോദിക്കുക. എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി വേണം, ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അതാണ് ഇപ്പോഴത്തെ കഥ. ഓക്കെ, അപ്പൊ ഈ IIT പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവിടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ടോപ്പ് കമ്പനികൾ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. നമ്മള് പുറമെ കമ്പനിയിൽ പോയി അപ്ലൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ഔട്ട് ഓഫ് ദി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവര് ജോലിക്ക് എടുക്കും. യെസ്, ഞാൻ പറയില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യനുകളെല്ലാം അവസാനം ആൻസർ ചെയ്യും. All the questions will be answered at the end. Okay, ഇത് ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനുകളും ഇതിന്റെ ഇടയിൽ ഞാൻ ആൻസർ ചെയ്ത് പോയാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡയഗ്രഷൻ. നമ്മൾ ഇതിനെ ഡയഗ്രസ് ചെയ്ത് പോകും, മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ആവും, നമ്മൾ സമയം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അവസാനം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, എനിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അജ്മൽ സാറിനും 2-3 വാക്കൊക്കെ പറയണ്ടേ. അപ്പോ അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനുകളെല്ലാം ആൻസർ പറയും കേട്ടോ. ഓക്കെ, അപ്പോ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ജോലി കിട്ടും. അസലായിട്ട് നല്ല IIT പോലത്തെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉഴപ്പാതെ പഠിച്ചാൽ നമുക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കാറുണ്ടാവും അല്ലെ, IIT പഠിക്കുന്ന ആൾക്ക് ഇത്ര ശമ്പളം കിട്ടി എന്നൊക്കെ. ഇതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ IIT ഉള്ളതൊക്കെ ഭയങ്കര അടിപൊളി ക്യാമ്പസുകളാണ്. ഓക്കെ, ഇപ്പൊ പാലക്കാട് ഒരു IIT വരാൻ പോകുന്നുണ്ടല്ലോ. അത് മലമ്പുഴ ഭാഗത്തായിട്ട് ഒരു 550 ഏക്കർ ക്യാമ്പസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ക്യാമ്പസ് പണിയാൻ പോണത്. ഓക്കെ, IIT ഖരഗ്പൂർ ഉള്ളത് 2100 ഏക്കറുള്ള ഒരു ക്യാമ്പസിലാണ്. ഞാൻ പഠിച്ച IIT മദ്രാസ് 650 ഏക്കറിലുള്ള ഒരു ക്യാമ്പസാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചെന്നൈ സിറ്റിയുടെ നടുവിലാണിത്. ചെന്നൈ സിറ്റി നടുവിൽ. ദിസ് ഇസ് എ റിയൽ പിക്ചർ ടേക്കൺ ഫ്രം. ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് നോക്കി ഇത് കാണാം, കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മാനൊക്കെ സുഖമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, കണ്ടോ? യെസ്, മാന് ക്രോസ് ചെയ്ത് പോവാണ്. ഇത് IIT മദ്രാസിലെ ഒരു പിക്ചറാണ്. എന്ന് പറഞ്ഞാൽ IIT മദ്രാസ് ഗിണ്ടി നാഷണൽ പാർക്കിന്റെ ഒരു ഭാഗമാണ് ആ ക്യാമ്പസ്. അതിൽ കുറച്ച് ഭാഗം ബിൽറ്റപ്പ് ഏരിയ ഉള്ളു, ബാക്കിയൊക്കെ നാച്ചുറൽ ആയിട്ട് എന്താണ്, ഈ മൃഗങ്ങളൊക്കെ സാധാരണ പോലെ ജീവിക്കുന്ന ഒരു ക്യാമ്പസ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 650 ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ക്യാമ്പസ്. ഇമാജിൻ സ്റ്റഡിങ് ഇൻ സച്ച് എ ക്യാമ്പസ്. അങ്ങനത്തെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്. 5 വർഷം അല്ലെങ്കിൽ 4 വർഷം ഇതുപോലത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുന്നതിനെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്ക്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അമേസിംഗ് എക്സ്പീരിയൻസ്, റൈറ്റ്? അത് മാത്രമല്ല, ഈ IIT-കളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ IIT മദ്രാസിലെ ലൈബ്രറിയാണ്. 5 നില ബിൽഡിംഗ്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളാവുന്ന ലൈബ്രറി മാത്രം, ഏറ്റവും നല്ല ലാബ് ഫെസിലിറ്റികൾ, കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റികൾ, ഇതൊക്കെ ഈ IIT-കളോ അതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാവും, റൈറ്റ്? പിന്നെ പഠനം മാത്രമല്ലല്ലോ കാര്യം, നമുക്ക് ജീവിക്കണ്ടേ? പഠിക്കല് മാത്രമല്ലല്ലോ ജീവിതം. അപ്പൊ നമുക്ക് വേണ്ടുള്ള മറ്റ് ഫെസിലിറ്റികളും ഒക്കെ, ഏറ്റവും നല്ല ഫെസിലിറ്റികൾ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് IIT മദ്രാസിലെ മെസ്സാണ്. മെസ്സ് ഇവിടെ എന്തുട്ട് എഴുതി വെച്ചിരിക്കണെന്ന് അറിയാം? ഹിമാലയ എന്നാണ് ഈ മെസ്സിന്റെ പേര്. ഓക്കെ, എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 3000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന മെസ്സാണിത്. ഓക്കെ, ഇതിന് പുറമെ ഹോസ്റ്റലുകളിലെല്ലാം 20-ന് മേലെ ഹോസ്റ്റലുകൾ ഉണ്ട്. ആ ഹോസ്റ്റലുകളിലൊക്കെ അവർക്ക് മെസ്സ് ഉണ്ടാവും. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. യെസ്, ഇത് IIT മദ്രാസിൽ ശരിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം കേട്ടോ. ഇതുപോലെ എന്താണ് മറ്റ് ക്യാമ്പസുകളിലും ഒക്കെ ഇതുണ്ടാവട്ടാ. ഇപ്പൊ നമ്മള് IIT മദ്രാസ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്, പാലക്കാട് വലിയൊരു ക്യാമ്പസ് വരാൻ പോകണമെന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് NIT സൂറത്ത് കല്ല് എടുത്തു നോക്കിയാൽ അതിൽ പ്രൈവറ്റ് ബീച്ച് ഉണ്ടോ? പ്രൈവറ്റ് ബീച്ച് ക്യാമ്പസ് ബീച്ചിന്റെ വക്കിലാണ്, മംഗലാപുരം അടുത്തുള്ള NIT സൂറത്കൽ. IIT ബോംബെയിലെ ഉള്ളിൽ ലേക്കുകളുണ്ട്. ഓക്കെ, പിന്നെ ഏതൊരു IIT ഹിമാലയത്തിന്റെ ചോട്ടിലാണ്, മണ്ഡി IIT ഹിമാലയത്തിന്റെ താഴ്വാരത്തിലാണുള്ളത്. ഏതൊരു IIT കൂടെ പുഴ ഒഴുകുന്നുണ്ട്, പേരേതാന്ന് ഇപ്പൊ എനിക്കറിയില്ല.
റൈറ്റ്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, ഏറ്റവും നല്ല ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. എക്സ്ട്രാ കരിക്കുലർ ഓപ്പർച്യൂണിറ്റീസ്, പഠനം മാത്രമല്ല അവിടുത്തെ കാര്യങ്ങള്. ഇപ്പൊ നോക്കിയത് അവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. IIT മദ്രാസിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആണ്. സാധാരണ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലേ, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരാണെന്ന് വിചാരിക്കുന്നു. ചെപ്പോക്ക് സ്റ്റേഡിയം ഉണ്ട് ചെന്നൈയില് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യൻ ടീം പ്രാക്ടീസ് ചെയ്യാൻ വരെ IIT മദ്രാസ് ഗ്രൗണ്ടിലാണ്. ഓക്കെ. അപ്പൊ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ അവരിവിടെ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, മുന്നും വർഷങ്ങളിലൊക്കെ അവർ വരാറുണ്ട്. അപ്പൊ അത്രയും നല്ലത്. ഇത് മാത്രമല്ല, ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂള്, നിങ്ങൾക്ക് എന്താ കളിക്കാൻ ആഗ്രഹം അതൊക്കെ ഉണ്ട്. ഓക്കെ, ഹോക്കി കളിക്കണോ, ഫുട്ബോൾ കളിക്കണോ, ടേബിൾ ടെന്നീസ് കളിക്കണോ, ടെന്നീസ് കളിക്കണോ, സ്കേറ്റിംഗ് ചെയ്യണോ, അങ്ങനത്തെ എന്താ, അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ്, വാട്ട് എവർ യു വാണ്ട് ടു പെർസ്യൂ അണ്ടർ ദ സൺ, അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്, അതിനുള്ള റിസോഴ്സസ് അവിടെ ഉണ്ട്. ഓക്കെ. ഏറ്റവും നല്ല അധ്യാപകര്, നമ്മൾ പഠിക്കാൻ പോയി, പഠിപ്പിക്കണ ഒരു ഗുണം ഉണ്ടാവണ്ടേ, പഠിപ്പിക്കണ ഒരു ഗുണം ഉണ്ടാവണം. ഏറ്റവും നല്ല അധ്യാപകരായിരിക്കും ഈ ഇതുപോലത്തെ ക്യാമ്പസുകൾ ഉണ്ടാവുക. അധ്യാപകരെ മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാല്, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ PhD ആയിരിക്കും. PhD എന്ന് പറഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ടെർമിനൽ ഡിഗ്രി, ഡോക്ടറേറ്റ്. മിക്കവാറും ആളുകളൊക്കെ IIT തന്നെ BTech ഒക്കെ പഠിച്ച് പുറമെ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി PhD ഒക്കെ എടുത്തു വന്നിരിക്കുന്ന അവരവരുടെ ഫീൽഡിലെ ഏറ്റവും ബെസ്റ്റ് ആളുകളായിരിക്കും ഇങ്ങനത്തെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇനി IIT-യുടെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാല്, IIT ആലുംനൈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾ. IIT പഠിച്ചിട്ട് ആളുകളൊക്കെ എഞ്ചിനീയേഴ്സ് അല്ലാട്ടാവണേ, റോക്കറ്റ് വിടാനൊന്നല്ല പോണത്. എന്തൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊസിഷനുകളിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് പേരുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവും. സുന്ദർ പിച്ചൈ, ഗൂഗിളിന്റെ CEO, ഇപ്പൊ ആൽഫബറ്റിന്റെ ആളാണ്, ആൽഫബറ്റിന്റെ CEO. ഇത് ബൻസാൽ, മറ്റേ ഫ്ലിപ്കാർട്ടിന്റെ ചെയർമാൻ ആണ്, ഫ്ലിപ്കാർട്ടിന്റെ ഫൗണ്ടർ ആണ്. ഇത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആണ്. രാജു നാരായണസ്വാമി, ഞങ്ങൾ തൃശ്ശൂരുകാരെ കളക്ടർ ആയിരുന്നു. ചേതൻ ഭഗത്, രഘുറാം രാജൻ, റിസർവ് ബാങ്ക് ഗവർണർ. അപ്പൊ എന്തൊക്കെ ഏരിയയിലുള്ള ആളുകളാന്ന് നോക്കി. ഇവരൊക്കെ IIT ബിടെക്കുകാരാ. IIT-യിൽ മെറ്റലർജി പഠിച്ച ആള്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആള്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആള്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളൊക്കെയാണ് ഇവര്. മനസ്സിലായോ? ഇവരൊക്കെ പല പല മേഖലകളിൽ, ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും പല പല മേഖലകളിൽ അവരവരുടെ മേഖലകളിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിലുള്ള ആളുകളാണ്. എന്താ കാരണം മനസ്സിലായില്ലേ? അവിടെ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ്, അവിടെ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസും, അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും, അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സുകളൊക്കെയാണ് ഇവരെ ഇത്രയും നല്ല ഇതിലേക്ക് എത്തിക്കുന്നത്. IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ആ ബ്രാൻഡ് നെയിം, അവിടെ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. റൈറ്റ്? യെസ്. ഇതൊന്നല്ല ഇതിന്റെ ഏറ്റവും 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 എക്സൈറ്റിംഗ് ഫീച്ചർ അതൊന്നല്ല. ഇത്രയും ഫെസിലിറ്റിക്ക് കുറച്ച് എണ്ണി കൊടുക്കേണ്ടി വരില്ലേ? ഓക്കെ. IIT-കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി സബ്സിഡൈസ്ഡ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇതെല്ലാം. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഇസ് ഹൈലി സബ്സിഡൈസ്ഡ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഫീസ് സെമസ്റ്ററിന് 16,500 പക്ഷെ സ്കോളർഷിപ്പ് കഴിച്ചിട്ട് 3,500 രൂപയാണ് ഒരു സെമസ്റ്ററിന് ഫീ. 1000 രൂപ മാസം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. പിന്നീട് ഫീസൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും ഇതേ ഫെസിലിറ്റി കിട്ടാൻ നിങ്ങൾ വേറെ പ്രൈവറ്റ് സ്ഥലത്ത് കൊടുക്കണതിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ ആക്ച്വൽ ഫീസ് അവർ വാങ്ങണേ. അത് മാത്രമല്ല ഒരുപാട് സ്കോളർഷിപ്പ് ഫെസിലിറ്റികളും ഇൻട്രസ്റ്റ് ഫ്രീ ലോണും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സൗണ്ട് ഓക്കെ ആണോ? അതായത് സൗണ്ട് കുറവാണ്, ഞാൻ വോളിയം ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഓക്കെ, നോ പ്രോബ്ലം. മെജോറിറ്റി ആളുകളും നോ പ്രോബ്ലം പറയുന്നത്. യെസ്, ഓക്കെ. യെസ്, ഞാന് അത്യാവശ്യ ശബ്ദത്തിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പൊ എഡ്യൂക്കേഷൻ ഇസ് ഹൈലി സബ്സിഡൈസ്ഡ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഫീച്ചർ കേട്ടോ. ഇനി നമ്മൾ വിചാരിക്കുന്നുണ്ടാവും,
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എയർപോർട്സ് ഉപയോഗിച്ച് എയർപോർട്സ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം എനിക്ക് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എയർപോർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നെ ക്യാപ്ചർ ചെയ്യുന്ന ഐപാഡിലേക്കാണ്. എനിവേ, ബൈ ദ വേ, നമ്മൾ വിചാരിക്കേണ്ട ഇത്രയും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനില് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ, പോളി ടീംസ് അല്ലേ മലയാളികള്. ഇന്ത്യയിലെ ഏറ്റവും എഡ്യൂക്കേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇത് കേരളമാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ ഒക്കെ ഒപ്പത്തിനൊപ്പമുള്ള ആളുകളാണ് നമ്മളെ ആളുകൾ. പക്ഷെ ഞാൻ 2007 IIT പോയപ്പോ ചെറുതായിട്ടൊന്ന് ഞെട്ടി. വെറും 50-55 പേര് മാത്രമാണ് ആ ബാച്ചിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും കണക്കെടുത്താൽ കേരളത്തിൽ നിന്ന് ഒരു വർഷം IIT കയറുന്ന ആളുകളുടെ എണ്ണം 150, 180 ഒക്കെയാണ്. 150, 180. 13,000 സീറ്റാണ് കഴിഞ്ഞ കൊല്ലം വരെ IIT ഉണ്ടായിരുന്നത്. ഇക്കൊല്ലം സീറ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇക്കൊല്ലം അഡ്മിഷൻ ഒത്തിരി കൂടിയിട്ടുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ ഇൻ ജനറൽ 150 മുതൽ 180 വരെയാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് IIT എല്ലാ IIT-കളിലും എല്ലാ ബ്രാഞ്ചിലും എല്ലാ റിസർവേഷൻ കാറ്റഗറിയിലൊക്കെയാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിക്കേ, നമ്മള് അത്ര അടിപൊളിയൊന്നല്ല എന്ന് വിചാരിക്കുന്ന ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, ഹരിയാന ഇങ്ങനത്തെ സംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കിയാല് നമ്മളെക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടോ? IIT-യില് നമ്മൾ കേരളം മലയാളികൾ അടിപൊളിയാണ്, എഡ്യൂക്കേഷനിലൊക്കെ നമ്പർ 1 ആണ്, ടോപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ നമ്മള് സെക്കൻഡ് കാറ്റഗറി എന്നൊക്കെ ചിലര് വിചാരിക്കുന്നു. ഞാനൊന്നും വിചാരിക്കില്ല. ചിലര് വിചാരിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ കുറവ് എഴുതിയിട്ട് പോലും കേരളത്തിനേക്കാൾ ഒരുപാട് ഇരട്ടി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നാ ബോർഡ് എക്സാം ഒക്കെ എടുത്തു നോക്കിയാലോ? പൊളിച്ചു അല്ലെ. SSLCക്ക് 97.84%. പുതിയ ഡേറ്റ് അല്ല കേട്ടോ, ഇത് ഞാൻ കളക്ട് ചെയ്ത കാലത്തെ ഡേറ്റ് ആണ്. 1-2-3 കൊല്ലം പഴയതായിരിക്കാം. CBSE 99.60. +2 സ്റ്റേറ്റ് സിലബസിന് 83%. +2 CBSE 97% ആണൊക്കെയാണ് എന്ത് പാസ് പെർസെന്റേജ്. ബോർഡ് എക്സാമിനൊക്കെ നല്ല മാർക്കാണ്, നല്ല മാർക്കാണ് ബോർഡ് എക്സാമിന്. എന്നാല് ബോർഡ് എക്സാം മാർക്ക് കൊണ്ട് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊന്നും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യകഥ. ബാക്കിയുള്ള ആളുകളെ നോക്കിയാൽ ഇവർക്കൊക്കെ എന്താണ്, ബോർഡ് എക്സാമിനൊക്കെ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. പക്ഷെ ഒരുപാട് ആളുകൾ IIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോ എങ്ങനെ ഇവിടേക്ക് എത്താം, ഇങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് എത്താം? ഞാൻ JEE സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്, എന്നാലും ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞത് എന്താണ്, JEE മെയിൻ ഉണ്ട്, NTA കണ്ടക്ട് ചെയ്യുന്ന JEE മെയിൻ. JEE 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. JEE 2 സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ചെറിയൊരു പുസ്തകമാണ്, ഒറ്റയിരിപ്പിന് വേണമെങ്കിൽ വായിച്ചു തീർക്കുക. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കേരളത്തിലെ പാരന്റ്സിനെയും കുട്ടികളെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയ ബുക്കാണ്. അപ്പൊ അതിൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ, നമുക്ക് ഒരുപാട് സമയമൊന്നും ഇല്ല. അപ്പൊ JEE മെയിൻ ആണ് ഫസ്റ്റ് ലെവൽ പരീക്ഷ, NT ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ലെവൽ പരീക്ഷ IIT-കൾ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. JEE അഡ്വാൻസ്, IIT അഡ്വാൻസ് ഉൾപ്പെടെ ക്ലിയർ ചെയ്താലാണ് IIT-ൽ കിട്ടുള്ളൂ. JEE അഡ്വാൻസ് ഉൾപ്പെടെ ക്ലിയർ ചെയ്താൽ, JEE മെയിൻ മാത്രം ക്ലിയർ ചെയ്താൽ നമുക്ക് NIT-കളിലൊക്കെ കിട്ടും. പിന്നെ IAS-ൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ KVPY വഴി, അതുപോലെ JEE മെയിൻ, JEE അഡ്വാൻസ്, NEET വഴിയൊക്കെ IAS-ൽ കിട്ടും. ICER-ൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ KVPY വഴിയും ICER നടത്തുന്ന ICER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ISI-ലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, നേരത്തെ പറഞ്ഞ ഒരൊറ്റ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടും ബോർഡ് എക്സാം മാർക്ക് വഴി അഡ്മിഷൻ കൊടുക്കണില്ല. ബോർഡ് എക്സാം മാർക്ക് വഴി, ബോർഡ് എക്സാം ബുക്കിന്റെ പേര് ക്രാക്കിംഗ് ദ JEE കോഡ്. പിന്നെ പറയാം, ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ ബോർഡ് എക്സാം മാർക്ക് വഴി ഈ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാളും അഡ്മിഷൻ കൊടുക്കണില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ ഉണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇതൊക്കെ പറ്റുമോ, ഇത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകൾക്കല്ലേ പറ്റുള്ളൂ എന്നാണ് ചോദിച്ചത്. ടോപ്പേഴ്സിനല്ലേ പറ്റുള്ളൂ, ക്ലാസ്സിലെ ടോപ്പേഴ്സിനല്ലേ പറ്റുള്ളൂ. ആം ഐ capable of cracking these exams? Of course you can. കാരണം എന്താണെന്നറിയോ,
സിമ്പിൾ കാരണം എന്താ അറിയോ, ഈ പരീക്ഷയുടെ സിലബസ് നമ്മൾ +1 +2 പഠിക്കുന്ന സിലബസ് തന്നെയാണ്. അല്ലാണ്ട് സാഹിബിന്റെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യമല്ല ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ എന്താണ്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ പ്രായക്കാരാണ്. 16, 17, 18 വയസ്സുള്ള ഇന്ത്യക്കാരായ കുട്ടികൾ. സാഹിബിന്റെ കുട്ടിയുടെ കൂടെ അല്ല നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇതില് ബോർഡ് എക്സാം പോലെ 90% മാർക്ക് 100% മാർക്ക് വാങ്ങണമെന്നല്ല കാര്യം. പലപ്പോഴും ആ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ ഉണ്ടല്ലോ 50% മാർക്ക് കിട്ടിയാൽ പോലും ജനറൽ കാറ്റഗറിയിൽ തന്നെ സീറ്റ് കിട്ടും. പല പരീക്ഷകളിലും ജനറൽ കാറ്റഗറിയിൽ തന്നെ സീറ്റ് കിട്ടും. ഈ 50% കിട്ടിയാൽ പോലും പലപ്പോഴും. ഓക്കെ, അപ്പോ അത് മാത്രമല്ല 50,000-ഓളം സീറ്റുകൾ ഉണ്ട് ഇതില് പല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ 23 IIT-കൾ, 31 NIT-കൾ, അതുപോലെ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ GFTI, ഇതുപോലത്തെ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ട് ഏകദേശം 50,000 സീറ്റുകൾ. ചെറുതായി എല്ലാ വർഷം കൂടുന്നുണ്ട്. പക്ഷെ അറൌണ്ട് 50,000 സീറ്റ്സ് ഉണ്ട്. യെസ്, ഓക്കെ, ടെൽ മീ വാട്ട് ടു ഡു. അപ്പൊ ഇപ്പൊ എനിക്ക് ഇത് IIT-ലൊക്കെ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യാം? ഓക്കെ, ഞാനിതൊക്കെ പറയണ എന്താണെന്നറിയോ കുട്ടികളെ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ 6ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചതാണ്. 6ാം ക്ലാസ് വരെ ഞാൻ മലയാളം പഠിച്ചതാണ്. 7ാം ക്ലാസ്സിലേക്ക് എന്നെ പാരന്റ്സ് CBSE-ലേക്ക് മാറ്റി. ഓക്കെ, വീടിനടുത്തുള്ള എന്റെ ഫാദർ വർക്ക് ചെയ്ത സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ചേട്ടൻ വരാറുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് 8ാം ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നു IIT എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നും, അപ്പൊ അങ്ങനെ IIT എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി സ്വപ്നം കാണാനും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാനും ഞാൻ അപ്പോഴേ തുടങ്ങി. അതുകൊണ്ട് മാത്രം എനിക്ക് IIT-ൽ കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത്, ഇപ്പൊ ഇത് പറഞ്ഞു തരണതിന്റെ കാരണം എന്താ വെച്ചാൽ, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ. പലപ്പോഴും എനിക്ക് ഉണ്ടാവുന്ന അനുഭവം വളരെ മോശം അനുഭവമാണ്. എന്താണെന്നറിയോ? ആളുകൾ ഇതിനെ കുറിച്ച് എപ്പോഴാ അറിയാന്നറിയോ? ആളുകള്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയുന്നത് +2 പരീക്ഷ എഴുതുന്ന വർഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലൊക്കെ പത്രത്തിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയാം. അല്ലെ ഫ്രണ്ട്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അപ്പോഴാവും ഇതിനെ കുറിച്ച് അറിയാം. അല്ലെങ്കിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും +1 +2 ബോർഡ് എക്സാം നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് വാങ്ങിക്കാം. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോ പറയാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് എന്താന്ന് വെച്ചാല്, എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് കാലാകാലങ്ങളിൽ എഴുതുന്നത് സ്കൂൾ പരീക്ഷകളും ബോർഡ് പരീക്ഷകളുമാണ്. സ്കൂൾ പരീക്ഷകളുടെ ബോർഡ് എക്സാം പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ക്വാളിഫയിങ് പരീക്ഷകളാണ്. നമ്മൾ 10ാം ക്ലാസ് പാസ്സായി, നമ്മൾ 10ാം ക്ലാസ് ക്വാളിഫൈ ചെയ്തു, 11ലേക്ക് എത്തി. എന്നാൽ എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്. അതാണ് അവിടുത്തെ മെയിൻ ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ അത് കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ ബോർഡ് എക്സാമിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അബ്സല്യൂട്ട് മാർക്കാണ്. നിനക്ക് എത്ര % കിട്ടി? 95. എനിക്ക് എത്ര കിട്ടി? 95. ഞാനും ഹാപ്പി, നീയും ഹാപ്പി. 95% രണ്ടുപേർക്ക് കിട്ടിയ ഹാപ്പിയാണ്. ഫുൾ A+, നിനക്കും ഫുൾ A+, അപ്പുറത്തുള്ളവനും ഫുൾ A+, ഇപ്പുറത്തുള്ളവനും ഫുൾ A+, എന്റെ ബാക്കിലുള്ള വീട്ടിലുള്ളവനും ഫുൾ A+. ഒരു കുഴപ്പമില്ല. എൻട്രൻസ് പരീക്ഷയിൽ അങ്ങനെയല്ല, അത് റാങ്കിങ് ആണ്. റാങ്കിങ് എന്ന് പറഞ്ഞാൽ അവന് 1 മാർക്ക് എന്നെക്കാൾ കൂടുതൽ കിട്ടിയാൽ അവൻ മുന്നിലെത്തി, അല്ലെങ്കിൽ അവനേക്കാൾ 1 മാർക്ക് കുറവ് കിട്ടിയാൽ അവൻ പിന്നെ മുന്നിലെത്തി. മനസ്സിലായോ? അത് റാങ്കിങ് ആണ് അവിടെ. അൺഫോർച്ചുനേറ്റ്ലി റിയൽ ലൈഫ് എന്ന് പറയുന്ന സാധനം എന്താണ് റിലേറ്റീവ് ആണ്. ഫുള്ള് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. പക്ഷെ സ്കൂളുകളിൽ നമ്മളെ പരീക്ഷ എഴുതുന്നൊക്കെ അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിലെ പരീക്ഷകളൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ബോർഡ് എക്സാമിൽ നമുക്ക് ഉള്ള എക്സാം എന്ന് പറഞ്ഞാൽ ഒറ്റ പേപ്പറാണ് ഉണ്ടാവുക. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പെൻ ആൻഡ് പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. JEE പോലുള്ള പരീക്ഷകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. ബോർഡ് എക്സാമിൽ എഴുതുന്നതിനേക്കാളും ഒരുപാട് ക്വസ്റ്റ്യനുകൾ എഴുതേണ്ടി വരും. അപ്പൊ സ്പീഡിൽ ചെയ്യേണ്ടി വരും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. സ്കൂൾ പരീക്ഷയിൽ എങ്ങനെ വെച്ചാൽ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ, ഫോർമുല എഴുതി വെച്ചാൽ, ഈവൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചാലെങ്കിൽ ചിലപ്പോൾ പാർഷ്യൽ മാർക്ക് കിട്ടും. ഇവിടെ ഒന്നുമല്ല. ഫൈനൽ ആൻസർ കിട്ടിയോ, കറക്റ്റായ ആൻസർ ചെയ്താൽ ചെയ്തു, അല്ലെങ്കിൽ എന്താ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ നെഗറ്റീവ് മാർക്കിംഗ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇതിലെ അവസ്ഥ. ബോർഡ് എക്സാമില് 85 to 95% കിട്ടിലൊക്കെയാണ് വലിയ സ്കോർ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എൻട്രൻസ് പരീക്ഷ ഉണ്ടല്ലോ, എൻട്രൻസ് പരീക്ഷയില് സാധാരണഗതിയിൽ 50% കിട്ടിയാൽ പോലും നല്ല സ്കോർ ആയിരിക്കും. JEE മെയിൻ, JEE അഡ്വാൻസിലൊക്കെ 50% കിട്ടിയാല് നല്ല സ്കോറാണ്.
അപ്പൊ രണ്ടാമത്തെ കാര്യം വെച്ചാൽ കോമ്പറ്റീഷനെ കുറിച്ച് മനസ്സിലാക്കണം. 40,000 അല്ല, അത് അപ്ഡേറ്റ് ചെയ്ത അറൌണ്ട് 50,000 അടുത്ത് സീറ്റുകളുണ്ട്. 12 ലക്ഷം പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് ഒരു വർഷം ഇന്ത്യയില്. ഓക്കെ, 600-ൽ പരം പ്രോഗ്രാമുകളിലായിട്ട് ഇത്രയും അധികം 50,000-അടുത്ത് സീറ്റുകളുണ്ട്. ഓക്കെ, 50% കിട്ടിയാൽ പോലും ഞാൻ പറയില്ലേ ഇതിൽ കിട്ടും. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും അറിയണം. ബോർഡ് എക്സാം മാതിരിയല്ല ഈ പരീക്ഷകള്. ഓക്കെ, ബോർഡ് എക്സാം മാതിരിയല്ല ഈ പരീക്ഷ, ഇത് വേറെ ടൈപ്പ് പരീക്ഷയാണ്. പക്ഷെ സിലബസ് ഒക്കെ എന്താണ്? സ്കൂളിൽ പഠിക്കുന്ന സിലബസ് തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയണം, കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ അത് മാത്രല്ല എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങണം. അൺഫോർച്ചുനേറ്റ്ലി അതല്ലാതെ വേറെ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ റീസൺ. നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാണ്ടോ, നിങ്ങൾക്ക് കഴിവില്ലാണ്ടോ, നിങ്ങൾ ഇന്റലിജന്റ് അല്ലാണ്ടോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാണ്ടോ ഒന്നുമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് പോപ്പുലേഷന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറയല്ലോ 130 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 12-13 ലക്ഷം പേര് എഴുതിയിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് കിട്ടുന്ന ഫെസിലിറ്റിയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ IIT-കളും അങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനും. ഇതിലൊക്കെ നമ്മക്കും നമ്മുടെ മക്കൾക്കും ചേരേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഞാൻ അവിടെ 5 വർഷം പഠിച്ചതാണ്. എന്റെ വൈഫ് അവിടെ M.Tech പഠിച്ചതാണ് 2 വർഷം. ഇവിടെ നമ്മുടെ കൂടെയുള്ള ആളുകള് ഷഫീർ സാറും അജ്മൽ സാറും ഒക്കെ അവിടെ പഠിച്ച ആളുകളാണ്. നമുക്കൊക്കെ അറിയാം IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിപ്പെടേണ്ട ആവശ്യം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത്രയും കോമ്പറ്റീറ്റീവ് ആയ സാധനമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എത്തിപ്പടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എക്സാമുകളെ കുറിച്ച് അറിയണം. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങണം. കൃത്യമായുള്ള മെന്റർഷിപ്പ് ഗൈഡൻസ് വേണം. എന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. എനിക്ക് ഗൈഡൻസ് തരാനും മെന്റർഷിപ്പ് തരാനും ഒരാളുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് തുടക്കത്തിലെ തന്നെ അതിനെക്കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും പറ്റി. പഠിച്ചു തുടങ്ങിയെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങാനെങ്കിലും പറ്റിയല്ലോ. അപ്പോ അതാണ് ഇതിലെ കാര്യം. എത്രയും നേരത്തെ നമുക്ക് തുടങ്ങാൻ പറ്റണോ അത്രയും നേരത്തെ ഇതിനെക്കുറിച്ച് പറയണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഓവർലോഡ് അല്ലേ, ഈ പ്ലസ് നേരത്തെ തുടങ്ങാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മളെ പറഞ്ഞല്ലോ, +1 +2 സിലബസ് മുഴുവനാണ് ആളുകൾ ഒരു 4-5 മാസം കൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോ പഠിക്കണേ. അതിനേക്കാളൊക്കെ എത്രയോ സുഖമാണ് ഓവർ 5 years 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് തന്നെ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് പഠിച്ചു പോയാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓവർലോഡ് ഒന്നും എടുക്കാതെ തന്നെ എന്ത് കിട്ടും? ഈ പറഞ്ഞ എൻട്രൻസ് പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഇപ്പോ കേരളം വിട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇതാണ്, അവരെത്രയും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് അവരെ കൂടെ ഒപ്പം എത്താൻ പറ്റാത്തത്. അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. വേറെ സൊല്യൂഷൻ ഇല്ല. എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങാം. അതാണ് ഇതിലുള്ള സൊല്യൂഷൻ. എനിവേ, ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ സമയം എടുത്തു. ഇനി അജ്മൽ സാറ് സംസാരിക്കും. അതിനുശേഷം നമ്മളെല്ലാവരും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ പറയാം. താങ്ക്സ് ലോട്ട് ഇക്ബാൽ സർ. കുട്ടികളെ വളരെ നല്ലൊരു രീതിയിൽ എല്ലാവരുടെയും ഡ്രീംസ് വളരെയധികം ഹയർ ആയി തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? റെസ്പോണ്ട് ചെയ്യാം. കേൾക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ അത് പരിചയപ്പെടുത്താം. ഞാൻ മുഹമ്മദ് അജ്മൽ, ഇലാൻ ലേണിംഗ് ലാബ്സിന്റെ ഒരു co-founder CEO ആണ്. ഞാൻ IIT മദ്രാസിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഹോണേഴ്സും M.Techും കഴിഞ്ഞു. ഇപ്പോൾ ഇന്റൽ എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഇന്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള i3, i5, i7 അതേപോലെ അങ്ങനത്തെ കുറെ ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. അങ്ങനെ ചിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഓക്കെ, അതെ, ഗ്രാഫിക്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പൊ കുറെ ആളുകൾ ഇക്ബാൽ സർ പറഞ്ഞപ്പോ ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ? ഞങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഹയറായി, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് IIT നേരത്തെ ആരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ കാണാറുണ്ടല്ലോ അല്ലെ? 2011 വേൾഡ് കപ്പിന്റെ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ഇവിടെ ബാറ്റ് ചെയ്യുന്നത് IIT-ലെ കെംപ്ലാസ്റ്റ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് ആസ്പെക്റ്റിൽ എടുത്തു നോക്കിയാലും, അത് പഠനമാവട്ടെ, നമ്മുടെ ജീവിതം, ലൈഫ്, നമ്മുടെ കളികൾ, നമ്മുടെ മറ്റു ഫെസിലിറ്റീസ്, നമ്മുടെ ഒരു വലിയൊരു 650 ഏക്കർ കാട്ടില്
എന്താ ഒരു കാടാണ്, ശരിക്കും നാഷണൽ പാർക്കാണ്. അവിടെ കുറെ മാനുകളും കുരങ്ങന്മാരും, നമ്മുടെ റൂമിലൊക്കെ കുരങ്ങന്മാർ വരും, ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടുപോകും, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ടുപോകും. മാനുകളൊക്കെ ഇങ്ങനെ അതിലൂടെ ഒക്കെ നടക്കുന്നുണ്ടാവും, അതിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവും. നല്ല ക്ലാസ് റൂംസ്, ലാബ്സ്, അത് കഴിഞ്ഞ് നമ്മൾ കളിക്കാൻ ജിമ്മ്, സ്വിമ്മിംഗ് പൂൾ തുടങ്ങി ക്രിക്കറ്റ്, ഫുട്ബോൾ എന്തും കളിക്കാനുള്ള സൗകര്യങ്ങൾ, നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ രീതിയിലും ഏറ്റവും ബെസ്റ്റ് ആണ് IITs. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എയിംസിലും ജിപ്മറിലൊക്കെ പോയാലൊക്കെ ഉണ്ടാവുക. ഈവൻ നിങ്ങളിൽ മെഡിക്കൽ ആസ്പിറൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയിംസിലോ ജിപ്മറിലൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഫീസ് കൊടുത്താൽ മതി, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കിട്ടും. നേരെ മറിച്ച് നിങ്ങളൊരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ചേരണമെങ്കിൽ ഒരു 1 crore or 2 crores യു ഹാവ് ടു പേ ആസ് ഡൊണേഷൻ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് അതില് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ആണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് നൽകുന്നത്. കുറെ ആളുകൾ ചോദിച്ചു അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിലുള്ള പല ആളുകളും 7th, 8th, 9th ഒക്കെ പഠിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഞങ്ങള് ഈ കമ്പനിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. ഇപ്പോൾ ഇക്ബാൽ സാർ ആവട്ടെ, ഞാനാവട്ടെ, ഷഫീർ ആവട്ടെ, ഞങ്ങൾക്കൊരു വിഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, നമ്മളെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ്, ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ദൈവം ചില ആളുകളെ പഠിച്ചിട്ടൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ബട്ട് വി ഹാവ് ടു സ്പെൻഡ് റൈറ്റ് ടൈം. അല്ലെ, നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. റൈറ്റ് ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. കാരണം ഇതൊരു കോമ്പറ്റീഷനാണ്. ബേസിക്കലി A+ അപ്പുറത്ത് കിട്ടുന്ന പോലെയല്ല, എല്ലാവരും കോമ്പീറ്റ് ചെയ്യും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ +2 എക്സാം എല്ലാവരും സെയിം ആണ് എഴുതുന്നത്, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. +2 എക്സാമിലും A+ഉം ഒരു പക്ഷേ ഫുൾ മാർക്കും ഗ്രേസ് മാർക്കും ഒക്കെ കിട്ടിയിട്ട് ഫുൾ മാർക്കൊക്കെ കിട്ടും. ബട്ട് ദാറ്റ് ഡസന്റ് കൗണ്ട്. ബേസിക്കലി എന്താണ് നമ്മുടെ കോമ്പറ്റീഷൻ, എന്താണ് അത് റൈറ്റ് ആയിട്ട് ആ കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ പറ്റണം, അതിന് നമ്മൾ മുന്നിൽ വരാൻ പറ്റണം. അപ്പൊ ഇതാണ് ഈ എക്സാമുകളുടെ ഒക്കെ ക്രക്സ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇലാൻ ലേണിംഗ് ലാബ്സ് ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ് STEM Genius എന്ന് പറയുന്ന കോഴ്സ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് STEM Genius കോഴ്സ് എന്ന് പറയുന്നത്. അത് 8th, 9th, 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. നമുക്കറിയാം 11th, 12th ഒക്കെ നിങ്ങൾ കുറെ കോച്ചിങ് സെന്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് റൈറ്റ് സൊല്യൂഷൻസ് നേരത്തെ തുടങ്ങുന്ന പലയിടത്തും ഇല്ല. എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, ശ്രീധർ എന്നാണ് പേര്. IIT കൂടുതലും ഹൈദരാബാദുകാരാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു 60-70% ആന്ധ്രക്കാരാണ് ഉണ്ടാവും പൊതുവെ. അതിനുള്ള കാരണം കൂടി ഞാൻ പറയാം. അപ്പോൾ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, IIT ഞങ്ങൾ ഹോസ്റ്റലിലെ റൂംമേറ്റ്സ് ആണ്, അങ്ങനെ താമസിക്കുമ്പോൾ പറഞ്ഞു, അജ്മൽ മൈ കസിൻ ഇസ് സ്റ്റഡിങ് ഫോർ IIT എന്ന് പറഞ്ഞു. ഐ മീൻസ് ഹീസ് പ്രിപ്പയറിംഗ് ഫോർ IIT എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചു ഓക്കെ എത്ര ക്ലാസ്സിലാണ്, കാരണം ഞാനൊക്കെ 12th ശേഷമാണ് IIT കുറിച്ച് ഞാൻ കൃത്യമായി മനസ്സിലാക്കി കോച്ചിങ് തുടങ്ങിയത്. അപ്പോൾ അവൻ പറഞ്ഞു ഇൻ 3rd സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. 3ാം ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു, 3ാം ക്ലാസ് IITക്ക് പഠിക്കുക. അപ്പൊ അങ്ങനെയും കുറെ ആളുകൾ ഉണ്ട് അല്ലെ. അതും നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനൊന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും IITയിൽ എത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഇതൊരു ഡ്രീം ആയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ നടക്കുന്ന ആളുകൾ രാജസ്ഥാനിലെ കോട്ട, അതേപോലെ ഹൈദരാബാദ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഹൈദരാബാദില് അന്ന് നാരായണ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, ഇപ്പോഴും ഉണ്ടാവും. ഒരു 5 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ IIT അന്ന് എഴുതുന്നതിൽ 2 ലക്ഷം അവിടെ നിന്നുള്ള ആളുകൾ എഴുതുക, ഹൈദരാബാദിൽ നിന്ന് എഴുതുക. അതിൽ 1 ലക്ഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾ എഴുതുക. അവിടെയൊക്കെ അവർ ഗുണ്ടകളെ വെക്കുമെന്ന് പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ പുറത്ത് ചാടി പോകാതിരിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ചുട്ട് പഴിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ അവിടേക്ക് എത്തിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വളരെ നൈസർഗികമായി, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് IITയിൽ എത്താൻ പറ്റണം. ഇതൊക്കെ നമുക്ക് സാധിക്കും. എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വളരെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരാളാണ്, എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ. ഇക്ബാൽ സാർ പറഞ്ഞു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. ഷഫീർ എന്റെ ജൂനിയറായി, ഞങ്ങളൊക്കെ നോർമൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച ആളുകളാണ്. അല്ലാതെ ഞങ്ങൾ ആരും വലിയ വലിയ ഇന്റർനാഷണൽ സ്കൂളുകളിലൊന്നും പഠിച്ച ആളുകളല്ല. അപ്പോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്. ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നതിനിടയിലും സമൂഹത്തിന് വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ STEM Genius എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങിയത്. ഷഫീർ സാർ ഒന്ന് പ്രസന്റ് ചെയ്യോ ഡീറ്റെയിൽസ്. STEM Genius എന്നുള്ള കോഴ്സ് 8th, 9th, 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു നോർമൽ 8ലും 9ലും 10ലും ഒരു നോർമൽ ട്യൂഷൻ എന്നുള്ളതല്ല. ഷഫീർ ഒന്ന് പ്രസന്റ് ചെയ്യാമോ? ഒരു നോർമൽ ട്യൂഷൻ എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ആ ഒരു കോമ്പറ്റേറ്റീവ്
മൈൻഡ്സ്കേപ്പിലോട്ട് കുട്ടികളെ എത്തിക്കാവുന്ന അങ്ങനത്തെ രീതിയിൽ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതല്ല, എന്നാൽ നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നിങ്ങളിലുള്ള ഒരു ലോജിക്കൽ തിങ്കിങ്, അതേപോലെ നിങ്ങളുടെ ഒരു പ്രോബ്ലം സോൾവിങ് കാപ്പബിലിറ്റി, ഇങ്ങനെ കുറെ സ്കിൽസ് ഉണ്ട്. പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി, ലോജിക്കൽ തിങ്കിങ്, നിങ്ങളുടെ കൺസെപ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, ഓരോ കാര്യങ്ങളും ഫിസിക്സിൽ ഓരോ കൺസെപ്റ്റും ആഴത്തിറങ്ങി പഠിക്കാം. ഇത് സംഭവം ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ IIT പഠിക്കുമ്പോൾ നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ പലപ്പോഴും എന്താണ് ഇതൊരു ഭയങ്കര ബേർഡൻ ആയി തോന്നും. പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പ്രോബ്ലംസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള, ചില ആളുകൾക്ക് പ്രോബ്ലംസ് കണ്ടാൽ തലയിറങ്ങും, പക്ഷെ പ്രോബ്ലംസിനെ നമുക്ക് എന്താണ്, നമുക്കൊരു ഉത്തരം കിട്ടേണ്ട ഒന്നായി നമ്മൾ സങ്കല്പിച്ച് അതിന്റെ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വെരി എൻജോയബിൾ. അതന്നെ നമ്മുടെ ഒരു ഹോബി ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ഏറ്റവും ടഫസ്റ്റ് സയൻസ് ആൻഡ് മാത്ത് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ നമ്മൾ എക്സ്പേർട്സ് ആയ ആളുകൾ, IIT പഠിച്ച ആളുകൾ, ഞങ്ങളൊക്കെ IIT പഠിച്ച ആളുകളാണ്, അതേപോലെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, അവരെല്ലാം എന്ത് ചെയ്യുക, ഉപയോഗിച്ച് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ എഡ്യൂക്കേഷൻ മോർ ഫൺ ആൻഡ് എൻജോയബിൾ ആക്കുക. മാത്രമല്ല ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. കരിയർ ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് കരിയറിലോട്ട് നിങ്ങൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഈ കോഴ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു STEM ജീനിയസ് കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഞങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, അത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് CBSE ആവട്ടെ, നിങ്ങളുടെ സിലബസിന് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ. എന്നാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ നിങ്ങൾ ശരിക്കും 11th-നും 12th-നും IIT-ക്കൊക്കെ വേണ്ടിയിട്ട് റെഡി ആവുന്ന രീതിയിൽ പഠിപ്പിക്കും. അതിന് വലിയ പ്രയാസമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്താണ് ഒരു ദിവസം അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതുള്ളൂ. ഇത് അത്രേ ഉള്ളൂ. ഞങ്ങൾ ഓൾറെഡി അതിന്റെ കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ അത് പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാം എന്നൊരു വിഷയമാവില്ല. അപ്പൊ ഞങ്ങൾ ശരിക്കും അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ളതല്ല, അത് കിട്ടും. അത് കിട്ടുന്നതിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുക എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ചൊരു എക്സ്ട്രാ മൈൽ പോവുക, നമ്മുടെ സാധാരണ സ്കൂൾ പഠനത്തിൽ നിന്ന് കുറച്ചൊരു എക്സ്ട്രാ മൈൽ പോവുക. അവിടുന്ന് പലപ്പോഴും നമുക്ക് കിട്ടാത്തൊരു കാര്യങ്ങൾ, സിലബസിൽ കുറെ പഠിപ്പിക്കുന്നല്ല, പക്ഷേ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി ഒക്കെ വലുതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുക. elandstemgenius.com വഴിയാണ്. അതിൽ വീഡിയോ ലെക്ചേഴ്സും എക്സാമിനേഷൻ സീരീസും എല്ലാം ഉണ്ടാവും. അതേപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസസ്, ഇന്ററാക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഇതിനൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലാസ്സുകൾ എടുക്കാൻ നിങ്ങൾക്ക് എടുക്കുക IITians ആയിരിക്കും. IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ, NIT-യിൽ നിന്ന് PhD എടുത്ത ആളുകൾ, അതേപോലെ MBBS പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഡോക്ടേഴ്സ്, ഇവരാണ് ക്ലാസ് എടുക്കുക. ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുകളായിരിക്കില്ല ഒരിക്കലും ക്ലാസ് എടുക്കുക. നേരെ മറിച്ച് ഏറ്റവും ബെസ്റ്റ് ഇൻ ടൗൺ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇതിന് ക്ലാസ് എടുക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബാക്കി ജോലിയുടെ ഇടയിൽ ഇതിന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഇതിന് ബാക്കി വെച്ചിട്ടുള്ളത്. ഒരു ലിമിറ്റഡ് സീറ്റ്സ് ആയിട്ട് മാത്രമാണ് ഇതിൽ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല, അതിന് ഏറ്റവും ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് ഇല്ല എന്നുള്ളതൊന്നല്ല, നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ആ ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേപ്പബിലിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും എന്ത് ചെയ്യും, നമുക്ക് ആ രീതിയിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, കുറെ ആളുകൾ 10th-ന് എന്തുണ്ട്, ഞങ്ങൾ 10th കഴിഞ്ഞ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാം ചോദിക്കുന്നുണ്ട്. ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ 2-3 minutes. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഇതൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് അറൌണ്ട് 200 hours ഓഫ് കോഴ്സ് ആണ്. 200 hours എന്ന് പറഞ്ഞാൽ അത്ര വലിയ സമയമൊന്നുമല്ല. ശരിക്ക് നമ്മൾ 365 ദിവസം ഉണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ തീരാവുന്നുള്ളൂ 200 hours. അതിൽ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങളായിട്ട് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതേപോലെ NTSC എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നൽകും. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. അതിനുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഇപ്പോഴും ഞങ്ങളൊരു അറൌണ്ട് 150 സ്റ്റുഡൻസ് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ 2 weeks there is NTSC എക്സാം. കഴിഞ്ഞ വർഷം കേരളത്തിൽ വളരെ കുറച്ച് ആളുകളെ ക്വാളിഫൈ ആറുള്ളൂ. 200 കുട്ടികളിൽ 5 കുട്ടികളും STEM ജീനിയസ് സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം ക്വാളിഫൈ ചെയ്തത്. വി ഹാഡ് അറൌണ്ട് 20-30 സ്റ്റുഡൻസ്. ഓക്കെ, എന്നാൽ ഇപ്രാവശ്യം നമുക്ക് 150 കുട്ടികളുണ്ട്. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ
ക്വാളിഫൈ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് ഇയർ നിങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതേപോലെ 11th KBP എക്സാം ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഈ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിന് 25,000 rupees ആണ്, ഇൻക്ലൂഡിംഗ് ഓൾ ടാക്സസ്. 9th സ്റ്റാൻഡേർഡിന് 22,000, 8th സ്റ്റാൻഡേർഡിന് 19,000. അതായത് ഇപ്രാവശ്യം 7th ഉള്ള ആളുകൾക്ക് അടുത്ത പ്രാവശ്യം 8th സ്റ്റാൻഡേർഡിലോട്ട് അഡ്മിഷൻ 19,000 ആണ് ഫീസ്. ഇപ്രാവശ്യം 8th ഉള്ളവർക്ക് അടുത്ത പ്രാവശ്യം 9th അഡ്മിഷൻ 22,000 ആണ് ഫീസ്. ഇപ്രാവശ്യം 9th ഉള്ളവർക്ക് അടുത്ത പ്രാവശ്യത്തെ 10th അഡ്മിഷൻ 25,000 ആണ് ഫീസ്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെന്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് പേഴ്സണൽ അഡ്വൈസ് വേണമെങ്കിലും ഒക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളൊരു മെന്റേഴ്സ് ആയിട്ട്, IITians ആയിട്ടുള്ള ആൾക്കാർ, IITയിൽ പഠിച്ച ആളുകൾക്ക് നിങ്ങൾക്കൊരു പേഴ്സണലി നിങ്ങളുടെ ഒരു മെന്റർ ആയിട്ടുണ്ടാവും. ഒരു അധ്യാപകൻ എന്നുള്ളതിലപ്പുറം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോയ്സസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ എന്തുണ്ടാവും, ഞങ്ങൾ ഉണ്ടാവും എന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ വെബിനാർ പ്രമാണിച്ച് നമ്മൾ ഈ കോഴ്സ് അനൗൺസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതില് ഫസ്റ്റ് 30 ജോയിനീസിന് 8th, 9th, 10th ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് 30 ആളുകൾക്ക് ഒരു 20% കംപ്ലീറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് 25,000 പകരം 20,000 പേ ചെയ്താൽ മതി. അതേപോലെ 22,000 പകരം അറൌണ്ട് 18,000 ഫീ വരുള്ളൂ. 19,000 പകരം 8th സ്റ്റാൻഡേർഡിന് 16,000 ഫീ വരുള്ളൂ. ഇഫ് യു ആർ ദ ഫസ്റ്റ് 30 to join. ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നോക്കുന്നത്, ഞങ്ങൾ ഏറ്റവും താല്പര്യമുള്ള ആളുകളാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാശ് എന്നുള്ളതിനപ്പുറം ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. ഇതിന് താല്പര്യമുള്ള, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വേണ്ട. എല്ലാവർക്കും കഴിയും, കഴിയാത്തവരായിട്ടില്ല. ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ലഭിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. മാത്രമല്ല കോവിഡ് എന്നുള്ളൊക്കെ ഒരു ചാൻസ് ആണ്, നമുക്ക് ഓൺലൈനിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നിടത്തുള്ള ഒരു ചാൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ആ ഫസ്റ്റ് 30 ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലെ ഷഫീർ സാർ, അതിന്റെ എങ്ങനെയാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുമല്ലോ അല്ലെ? അപ്പോ ഫസ്റ്റ് 30 ആളുകൾക്ക് ഇത് വലിയൊരു ഓഫറാണ്. നിങ്ങൾക്ക് IITians നേരിട്ട് പഠിക്കാനുള്ള ഒരവസരമാണ്. അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഫ്രണ്ട്സിന് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി. കാരണം ഞങ്ങൾക്ക് അത്ര കുട്ടികൾ, ഞങ്ങൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കുട്ടികളാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോ അത് എത്രയാണോ അവർക്കായിട്ടുണ്ടാവുക. ഈസ് ദ മീഡിയം ഇംഗ്ലീഷ് ഓർ മലയാളം, അത് രണ്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞങ്ങള് രണ്ട് കൂട്ടർക്കും പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിനായിരിക്കും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ, കാരണം ഇംഗ്ലീഷിലായിരിക്കും അൾട്ടിമേറ്റ്ലി JEE പരീക്ഷ ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതിലോട്ട് നമ്മൾ എത്തണം, അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ മലയാളം മീഡിയം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രയാസങ്ങളൊന്നും വരില്ല. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ ഇൻ ദിസ് കോഴ്സ്. ഓക്കെ, ഇതിനൊരു ലാംഗ്വേജ് എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയല്ല. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ കുറെ ആളുകൾ ഇപ്പൊ 10th കഴിഞ്ഞ ആളുകള് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പ്ലീസ് മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ് ഷഫീർ സർ. ഓക്കെ, അപ്പൊ 10th കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ബ്രിഡ്ജ് കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 1.5 month 1 to 1.5 month കോഴ്സാണ് ഈ ബ്രിഡ്ജ് കോഴ്സ്. അത് ഈ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ, പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ച് കഴിഞ്ഞ ഉടനെ ആ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം 10th വരെ ഇപ്പൊ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സിലബസിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഉണ്ടാവുക. നേരെ മറിച്ച് 11th പോകുന്ന ആളുകൾക്ക് എന്താ ഉണ്ടാവുക, 11th പോകുന്ന ആളുകൾക്ക് പിന്നെ NCERT ഉണ്ടാവുക. ഇത് രണ്ടും തമ്മിൽ കടലും കടലാടിയും നമ്മളെ വ്യത്യാസമുണ്ട്. വലിയൊരു ജമ്പാണ്. പല ആളുകളും ഈ മുങ്ങിപ്പോകുന്നത് ഈ ഒരു ജമ്പിലാണ്. നമ്മളെ സ്കൂളിലൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആളുകളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഫുൾ A+ കിട്ടിയരാ. 11th 12th എല്ലാവരും ഫുൾ A+ കിട്ടിയരാ. അങ്ങനെ ക്ലാസ്സിൽ 60 ആൾക്കും ഫുൾ A+ ഉള്ളിടത്ത് 12th കഴിഞ്ഞപ്പോൾ ആ 7 ആൾക്കാർ ഫുൾ A+ ഉള്ളത്. ബോർഡ് എക്സാമിൽ പോലും അങ്ങനെ കണ്ടത്. പിന്നെ IITയിലൊക്കെ എത്തിയത് ശരിക്കും ഞങ്ങൾ 2 ആളുകൾ മാത്രമാണ്. അതേപോലെ NITയിൽ കുറച്ച് ആളുകൾ എത്തി, മെഡിസിനിൽ കുറച്ച് ആളുകൾ എത്തി. ബാക്കിയുള്ള എല്ലാ ആളുകളും അങ്ങനെ ഒരു ഒബ്സ്ക്യൂരിറ്റിയിലോട്ട് പോയി. അപ്പൊ അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു സിലബസിന്റെ അന്തരമാണ്. നമ്മളെല്ലാവരും നമ്മുടെ
പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയ രാജാക്കന്മാരായിരിക്കും നമ്മുടെ സ്കൂളുകളിലൊക്കെ. പക്ഷെ ഒരു ഹയർ കോമ്പറ്റീഷനിലോട്ട് പോകുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സ്ട്രോങ് ആവണം. അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. 10th കഴിഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും കാണുന്ന ബേസിക്സ് ഉണ്ട്. ആ ബേസിക്സ് ക്ലിയർ ചെയ്യുക, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ക്ലിയർ ചെയ്യുക എന്ന് തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഇതും ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ കോഴ്സ് ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. 9950 ആണ് ഈ ഒരു കോഴ്സിന്റെ ഫീ വരുന്നത്, ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ്. അപ്പോൾ ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിൽ മാർച്ചിലാണ് എക്സാം കഴിയുക. ഏപ്രിൽ 1st or 2nd വീക്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ തുടങ്ങും. CBSE-കാർ കുറച്ചുകൂടി കാത്തു നിൽക്കാം. അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് നമ്മൾ മെയ്ക്ക് ശേഷം ഈ കോഴ്സ് നമ്മൾ റീ ഓഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് സ്റ്റെപ്പ് പോയിന്റ് ഫോർ JEE, NEET, KVPY എക്സെട്ര. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ പങ്കെടുത്ത 7th, 8th, 9th, 10th എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇലാൻ ലേണിംഗ് ലാബ്സ് STEM Genius കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വരാം. ഇനി ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്കുള്ളത്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 30 ആളുകൾക്ക് 8th-ലും 9th-ലും 10th-ലും ബ്രിഡ്ജ് കോഴ്സിനല്ല, ബ്രിഡ്ജ് കോഴ്സിന് ഇറ്റ്സ് എ ഫിക്സ്ഡ് ഫീ, ഇറ്റ്സ് എ സ്മോൾ കോഴ്സ്. ഓക്കെ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് എക്സാം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ആ സ്കോളർഷിപ്പ് എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? January 24th സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് അതിൽ ഒരു എക്സ്ട്രാ സ്കോളർഷിപ്പ് ഞങ്ങൾ നൽകും. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ സ്കോളർഷിപ്പ് നൽകും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കാണാം. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് 7th സ്റ്റാൻഡേർഡിനും 8th സ്റ്റാൻഡേർഡിനും 9th സ്റ്റാൻഡേർഡിനും 10th സ്റ്റാൻഡേർഡിനും സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓൾറെഡി 1 റൗണ്ട് കുറെ കുട്ടികൾ നമ്മുടെ ടാലന്റ് സെർച്ച് എക്സാം എഴുതിയിട്ടുണ്ട്. NTSC എക്സാം ഇതിനെ ബാധിക്കില്ല, അത് 10th-നല്ലേ. നമ്മളിത് 7th, 8th, 9th ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. 10th-ലെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് എക്സാം ഒന്നുമില്ല ബ്രിഡ്ജ് കോഴ്സിന്. ഓക്കെ, അപ്പോ നമ്മുടെ സ്കോളർഷിപ്പ് എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സ്കോളർഷിപ്പ് തരും. അപ്പോ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക. നിങ്ങൾ പരമാവധി ഏറ്റവും നല്ല ബെസ്റ്റ് രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് അറിയിക്കുക. കൂടുതൽ ആളുകളെ ഇതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക. ആർക്ക് വേണമെങ്കിലും 7th, 8th, 9th പഠിക്കുന്ന ഈ 3 ക്ലാസ്സിൽ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ എക്സാം ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 24th എക്സാം. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് 5% to 100% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ കോഴ്സ് ഫീയിൽ സ്കോളർഷിപ്പ് തരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോ ഇനി അടുത്തത്, ഇപ്പോൾ IIT-നെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും IIT പോലുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് STEM Genius IIT-ക്ക് മാത്രം വേണ്ടിയിട്ടല്ല, ഏത് STEM പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് മെഡിസിൻ ആവട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ ഡ്രീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡ്രീം ഉണ്ടെങ്കിൽ, നെക്സ്റ്റ് സൺഡേ 7 PM ഇതേ നെക്സ്റ്റ് സൺഡേ 7 PM എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു സ്റ്റാർട്ട് ഏർലി ഫോർ നീറ്റ് എന്ന് പറയുന്ന ഒരു വെബിനാർ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഇന്ന് സംസാരിച്ചത് IIT-യെ കുറിച്ച് സംസാരിച്ചത് IITians ആണെങ്കിൽ അന്ന് നീറ്റിനെ കുറിച്ച് സംസാരിക്കുക ഡോക്ടേഴ്സ് ആയിരിക്കും. ജിപ്മറിലോ എയിംസിലോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കും. അവരിൽ നിന്നാണ് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക. എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ്. നമ്മളെ ടീം എന്ന് പറയുന്നത്, ഇക്ബാൽ സാർ IIT-യിൽ നിന്ന് മെഡൽ നേടിയ ആളാണ്. ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള മെഡൽ നേടിയ ആളാണ്. അതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് അധ്യാപകനാണ്. ഐ ആം an electronics expert plus I am a teacher for last 10 years. Dr. Fazlur Rahman is another faculty. He is a PhD holder from NIT Calicut. He will be your chemistry faculty, right? Shafir
ഷഫീർ നമ്മുടെ ഈ കോഴ്സ് മാനേജ് ചെയ്യുന്നു. അതോടൊപ്പം IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേറ്റ് ആണ്. ഹീസ് ആൻ എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേറ്റർ. ഇത് കൂടാതെ ഒട്ടനവധി ഡോക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീമിലുണ്ട്. നമ്മുടെ മെയിൻ ടീം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല ടീമിന്റെ മുമ്പിലാണ് നിങ്ങൾ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഏതെങ്കിലും ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ പഠിച്ചോളി ഇത് പഠിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് അല്ല ഇവിടെ നടക്കുന്നത്. ആക്ച്വലി ഈ എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പൊ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ ചാൻസ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. 7th 8th 9th സെപ്പറേറ്റ്. ഈ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഫോർ അഡ്മിഷൻ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് 30 അഡ്മിഷൻസ് ആണുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാം. ₹3000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു അഡ്മിഷൻ ഫീ അടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഞങ്ങൾ വളരെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യു റീച്ച് ടു us or drop an email to us. ഞങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കാണണമെങ്കിൽ യു ക്യാൻ വിസിറ്റ് www.elanstemgenius.com. ഈ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് കോഴ്സ് ആണ് അല്ലെ. നമ്മൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ തുടങ്ങുള്ളൂ. മെല്ലെ നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ. നമുക്ക് നിങ്ങളുടെ വലിയൊരു സ്കൂളിന്റെ സമയം നമ്മൾ കവർന്നെടുക്കില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റും. നമ്മുടെ യൂട്യൂബിൽ കുറെ ഫ്രീ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. യു ക്യാൻ ഈവൻ ആസ്ക് യുവർ സീനിയേഴ്സ് ഹു ഈസ് ഓൾറെഡി എൻറോൾഡ് ടു ദിസ് കോഴ്സസ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കോഴ്സിന് എൻറോൾ ചെയ്യാം. വിൽ ബി വൈൻഡിങ് അപ്പ് ദ കോഴ്സ് ബൈ നെക്സ്റ്റ് ഡിസംബർ ഓർ ജാനുവരി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നിങ്ങളെല്ലാവരെയും എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മള് ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് 20% ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് 30 ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഐ വിൽ ലീവ് ഫോർ ഇക്ബാൽ സർ ടു ആൻസർ ദോസ്. ഷഫീർ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന. രജിസ്ട്രേഷൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ കോഴ്സിന് ഷഫീർ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ 4 ക്ലാസ്സുകൾക്കും വേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ ക്ലാസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ പറഞ്ഞ 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത 24th പ്ലാൻ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിന്റെ ലിങ്കും ഡീറ്റെയിൽസും നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് നാളെ തന്നെ അയച്ചു തരും. ഓക്കെ, മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ചോദിക്കാം. യെസ് സർ, ഈ സ്കോളർഷിപ്പിന് ഫീസ് ഉണ്ടോ? ഇല്ല, സ്കോളർഷിപ്പ് എക്സാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ ഡീറ്റെയിൽസ് തരാം. ഓൾറെഡി കുറെ സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാം, ഫ്രീ ആയിട്ട് എഴുതാം. നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഞങ്ങൾ അതിന് നിങ്ങളുടെ കോഴ്സ് ഫീൽ സ്കോളർഷിപ്പ് നൽകും. ഓക്കെ, ചോദിച്ചോളൂ. ഈ ബുക്ക് വായിക്കുന്ന ആളാണ്, പക്ഷെ എന്താണ് വായിക്കേണ്ടത്? ഇപ്പൊ ക്രാക്കിംഗ് ദ ജി കോഡ് പറഞ്ഞൊരു ബുക്ക് ഇപ്പൊ സജസ്റ്റ് ചെയ്ത് തന്നെ, എന്താണ് വായിക്കേണ്ടത്? അങ്ങനത്തെ ഇതിലേക്കൊക്കെ എത്തിപ്പെടാന് 7th തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പൊ എന്തൊക്കെ ബുക്കാ വായിക്കേണ്ടത്? ബുക്സിനെ കുറിച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇക്ബാൽ സർ, ഏത് ക്ലാസ്സിലെ കുട്ടിയാണ്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ 7th കുട്ടിയാണ്. ഞാന് ഇപ്പൊ കാണിച്ച ബുക്ക് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. അത് സബ്ജക്ട് പുസ്തകമല്ല. ഓക്കെ, ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കാണിച്ച പുസ്തകം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. അത് സബ്ജക്ട് ബുക്കല്ല. അതായത് ജെയ്ക്ക് നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനെ കുറിച്ച് അറിയേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പാരന്റ്സിന് കുട്ടികൾക്ക് വായിക്കാം.
അത് സബ്ജക്ട് ബുക്ക് അല്ല. ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ബുക്കാ വായിക്കണെന്ന് വെച്ചാല് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് അറിയണം. അതിന് പുറമെ നിങ്ങൾക്ക് ഞാൻ പറയല്ലോ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളാണ്. അപ്പൊ നിങ്ങൾ 7ാം ക്ലാസ്സില് മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലത്തിന് പുറമെ എക്സ്ട്രാ കുറെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. അതിന് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ മാത്സിന്റെ എക്സാമ്പിൾ പറയുന്ന ആർ വി ശർമ്മ, അതുപോലെ ഒരു ബുക്ക് ഉണ്ട്, കുറെ ബുക്ക് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിലൊന്ന് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് തരാൻ ആളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് കോഴ്സോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം എന്താ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഗൈഡൻസ് ടൈമിലി പറഞ്ഞു തരും. ഓക്കെ, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാല് അതൊന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറെ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പുസ്തകങ്ങളുണ്ട്, സ്വന്തമായിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഞങ്ങളുടെ ജനറേഷനിലുള്ള ആളുകളൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ഞാൻ IIT കിട്ടിയത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്താന്ന് വെച്ചാല് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന് പുറമെ വേറെ ബുക്കുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് മാത്സ് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റിന് പുറമെ കുറെ ക്വസ്റ്റ്യൻസ് വേറെ ഇരുന്ന് ചെയ്യണം. അങ്ങനെ ചെയ്ത് നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിനും പറഞ്ഞു തരും. ഓക്കെ. ഈ 7th സ്റ്റാൻഡേർഡ് പ്രോഗ്രാം മെയിൻ ആയിട്ട് ഓൺലൈൻ ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഒരു ദിവസം ഏത് ടൈമിലാണ് ക്ലാസ് ഉണ്ടാവുക? പിന്നെ ഈ ഓഫ്ലൈൻ എങ്ങനെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഓഫ്ലൈൻ ഇന്ററാക്ഷൻ? അതിനെക്കുറിച്ച് ഷഫീർ സാർ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഷഫീർ സാറാണ് അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ കൂടുതൽ അറിയുന്നുണ്ടാവുക. നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. കാരണം ഒരുപാട് ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലും പല സ്ഥലത്തുള്ള കേരളത്തിന് പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ ഈ കോഴ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡെയിലി ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസ് 1 by 1 ആയിട്ട് കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവർക്ക് ഒരു വീഡിയോയുടെ ലെങ്ത് ഏകദേശം ½ an hour മുതൽ ചിലപ്പോൾ 1 hour വരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. അതിനിടക്കായിരിക്കും വീഡിയോയുടെ ലെങ്ത്. അപ്പോൾ ഡെയിലി ഈ ലെക്ചേഴ്സ് ആണ് ഉണ്ടാവുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു എക്സാമിനേഷൻ ഉണ്ടാകും, മൾട്ടിപ്പിൾ ചോയ്സ്. അതായത് നല്ല കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ തന്നെയുള്ള സ്റ്റാൻഡേർഡിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇന്ററാക്ഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതേപോലെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ക്ലാസിന്റെ അല്ലെങ്കിൽ കോഴ്സിന്റെ സ്ട്രക്ചർ. സർ, ഈ NTSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ IIT എത്തുന്നതിന് മുമ്പും എത്തിയാലും എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ? അതിനെക്കുറിച്ച് ഷഫീർ സാർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരും. NTSC എക്സാം 2 സ്റ്റേജ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. അപ്പൊ അതിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞ് നിങ്ങൾ ഒരു NTSC സ്കോളർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോർ എവർ നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡിൽ നിങ്ങൾക്ക് എവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ IIT എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. IIT പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമെ CV ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ അക്കാഡമിക് അച്ചീവ്മെന്റ്സിൽ ഈ NTSC സ്കോളർ ആണെന്നുള്ളതിന് നല്ല വാല്യൂ ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു എക്സാം ആണ് NTSC. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ NTSC സ്കോളർഷിപ്പിന് വാല്യൂ ഉണ്ട്. സർ, IITസും ഫോറിൻ യൂണിവേഴ്സിറ്റീസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സാറിന്റെ ഒപ്പീനിയൻ എന്താണ്? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ IITകളും ഫോറിൻ യൂണിവേഴ്സിറ്റികളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ ഇതില് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ IITകൾ എന്ന് പറയുന്നത് പ്രൈമറിലി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളാണ്. അതായത് അവരുടെ പ്രൈമറി ഫോക്കസ് ടെക്നോളജി കോഴ്സുകളാണ്. BTech കോഴ്സുകൾ, MTech കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. മറ്റു കോഴ്സുകൾ ഇല്ലാന്നല്ല. IITകളിൽ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, MBA കോഴ്സ് ഉണ്ട്, പിന്നെ സയൻസ് കോഴ്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് കോഴ്സ് ഉണ്ട്, ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്, ഈവൻ MBBS റിലേറ്റഡ് കോഴ്സ് പോലും ഇതേ തുടങ്ങാൻ പോകുന്നു. പക്ഷെ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തോളെ, MIT, ഹാർഡ്വേർഡ്, സ്റ്റാൻഫോർഡ് അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തു പറഞ്ഞാൽ അത് ഫുൾ ഫ്ലഡ്ജ് യൂണിവേഴ്സിറ്റികളാ. ഒരു യൂണിവേഴ്സിറ്റി തന്നെ എല്ലാ പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ റാങ്കിങ് ഒക്കെ നോക്കുമ്പോ ചിലപ്പോ ടോപ്പ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ IITയുടെ പേര് കാണാത്തതിന്റെ കാരണം ഇതാണ്. എന്ത്
അവരെ പാരാമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്. IIT എന്ന് പറഞ്ഞാൽ വളരെ നിഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. മറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഉള്ള ആളുകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഫോറിൻ ഫാക്കൽറ്റി, ഫോറിൻ സ്റ്റുഡൻസ്. IIT-യിലുള്ള 99% ഫാക്കൽറ്റി സ്റ്റുഡൻസ് ഒക്കെ എന്തായിരിക്കും, ഇന്ത്യക്കാരനായിരിക്കും. എന്നാൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി നോക്കിയാൽ ഹൈലി ഡൈവേഴ്സിഫൈഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെയാണ് റാങ്കിങ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ശരിക്കുള്ള ക്വാളിറ്റിയിലേക്ക് വന്നാല് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സംശയമില്ലാണ്ട് പറയാൻ പറ്റും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 5 IIT-കളിലാണ്. അതിൽ യാതൊരു സംശയമില്ല. 10-15 വർഷം മുമ്പ് ഈവൻ ഒരു അമേരിക്കൻ ഡോക്യുമെന്ററിയിൽ തന്നെ അവർ പറയുന്നുണ്ട്, എന്ത്, ഇന്ത്യയിലെ IIT-കൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ 3 ടോപ്പ് ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളുടെ സമ്മാണെന്ന്, പുട്ട് ടുഗെദർ ആണെന്ന്. ഓക്കെ, എന്താ കാരണം? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് 130 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇത്രയും വലിയ രാജ്യത്ത്, ഇത്രയും ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള രാജ്യത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് ഇവിടെ വന്ന് ചേരുന്നത് ബിടെക് പ്രോഗ്രാമിന്. അപ്പൊ ഏറ്റവും ക്രീം ആയിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ IIT-കളിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് വന്ന് ജോയിൻ ചെയ്യുന്നത്. അത്രയും ഹൈലി കോമ്പറ്റീറ്റീവായ പ്രോസസ്സ് കഴിഞ്ഞു പോയി ചെറിയൊരു ഫ്രാക്ഷൻ ആളുകളാണ് അവിടെ വന്ന് ചേരുന്നത്. അപ്പോ IIT-കൾ അത്രയും ഗ്രേറ്റ് ആവാനുള്ള കാരണം IIT-യിൽ എത്തിപ്പെടുന്ന സ്റ്റുഡൻസിന്റെ ക്വാളിറ്റിയും കൂടിയാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, മാസ്റ്റേഴ്സ് പ്രോഗ്രാമോ ഡോക്ടേഴ്സ് പ്രോഗ്രാമോ ഒക്കെ, ഡോക്ടർ ലെവൽ പ്രോഗ്രാമോ ഒക്കെ എടുത്താൽ ഡെഫിനറ്റ്ലി ഫോറിൻ യൂണിവേഴ്സിറ്റികളാണ് ബെറ്റർ. അതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഡോക്ടർ പ്രോഗ്രാമിനും ഓൾ ഓവർ ദ വേൾഡ് ഓഡിയൻസ് വരുന്നുണ്ട്. മാത്രമല്ല അവർക്ക് കിട്ടുന്ന ഫണ്ടിങ്, ഭയങ്കര ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർ ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാമിങ്ങിനൊക്കെ പ്രോഗ്രാമിനൊക്കെ നിറയെ ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടതാണല്ലോ. അപ്പോ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോ എന്താ പറയാ, ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് മുകളിലായിരിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യാന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം IIT-കളാന്നുള്ളത് ഏറ്റവും ടോപ്പ് 5 IIT-കൾ കേട്ടോ. മറ്റ് IIT-കളൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ടോപ്പ് 5 IIT-കളാണ്, യാതൊരു സംശയമില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു 15 കൊല്ലം മുമ്പ് ഒരു അമേരിക്കൻ ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായിരുന്നു. 15-18 കൊല്ലം മുമ്പ് ഒരു അമേരിക്കൻ ഡോക്യുമെന്ററിയിൽ പോലും അവർ ഈ കാര്യം പറയുന്നുണ്ട്.